Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്തു തൗബയിലെ 16-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أم حسبتم أن تتركوا ولما يعلم الله الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجة والله خبير بما تعملون. أم حسبتم ബ എന്നിട്ട് കേൾക്കണം ഓതുമ്പോൾ അം ഹസിബ്തും അങ്ങനെ ഓതും ചിലവർ. അം ഹസിബ്തും ബ് കേൾക്കാറ്. അം ഹസിബ്തും നമുക്കറിയാമല്ലോ, ബാ, ഖാഫ്, ജീമ്, ദാല് തുടങ്ങിയ അക്ഷരങ്ങൾ സുക്കൂനായിട്ട് വന്ന അതിൻ്റെ ഉച്ചാരണം കണ്ട് കേൾക്കണം എന്നുള്ളത് അല്ലേ. നമ്മൾ കുത്തുബ് ജദ് പറഞ്ഞ ഖാഫ്, ത്വാ, ബാ, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല് ഈ 5 അക്ഷരങ്ങൾ സുക്കൂനായിട്ട് വന്നാൽ അതിൻ്റെ ഉച്ചാരണം കേൾക്കണം. മരീജ്, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, അങ്ങനെയാണത്. അപ്പോൾ ഇവിടെ അം ഹസിബ്തും ഹസിബ കണക്ക് കൂട്ടുക, വിചാരിക്കുക. നിങ്ങൾ കരുതിയിട്ടുണ്ടോ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, അതാണ് അം ഹസിബ്തും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ അൻ തുത്രക്കൂ നിങ്ങൾ വെറുതെ വിട്ടയക്കപ്പെടും എന്ന്. വലമ്മ യഅലമില്ലാഹു അല്ലാഹു അറിയാതെ, അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവർ ആരാണെന്ന് അല്ലാഹു അറിയാതെ കണ്ട് നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്ന് ധരിച്ചിരിക്കുന്നുവോ, വിചാരിക്കുന്നുണ്ടോ. വലം യത്തഖിദു മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ സ്വീകരിക്കാത്തവർ ആരെന്നും വലാ റസൂലിഹ അവൻ്റെ റസൂലിനെയും വലൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെയും കൂടാതെ വലീജത്തൻ ആത്മമിത്രങ്ങളെ, ഉറ്റമിത്രങ്ങളെ, ഉള്ളുകള്ളികൾ അറിയുന്ന അടുത്തവരെ സ്വീകരിക്കാത്തവരും ആരെന്ന് അള്ളാഹു അറിയാതെ കണ്ട് നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. വല്ലാഹു ഖബീർ അള്ളാഹു സൂക്ഷ്മജ്ഞനാണ് ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഒന്നുകൂടെ അർത്ഥം പറയാം. അം ഹസിബ്തും ഹസിബ പറഞ്ഞാൽ കണക്ക് കൂട്ടുക, നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊക്കെയാണ്. അം ഹസിബ്തും നിങ്ങൾ കരുതുന്നുണ്ടോ അൻ തുത്രക്കു വിട്ടയക്കപ്പെടും എന്ന്. തറക്കാരനാൽ ഉപേക്ഷിച്ചു വിട്ടയച്ചു. തുത്രക്ക നിങ്ങൾ വിട്ടയക്കപ്പെടും. അൻ തുത്രക്കു നിങ്ങളെല്ലാവരും വിട്ടയക്കപ്പെടും എന്ന്. വലമ്മ യഅലമില്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടില്ല, അഥവാ അള്ളാഹു അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥിതിയിൽ, അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവരാരാണെന്ന് അള്ളാഹു അറിയാതെ കണ്ടുള്ള ഒരു സ്ഥിതിയിൽ, അഥവാ നിങ്ങൾ ജിഹാദ് ചെയ്തവരാരാണെന്ന് അള്ളാഹുവിന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ബോധ്യമാകണം. അല്ലാതെ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ലത്. നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നവരാണെന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തണം. അതുവരെ നിങ്ങൾ വിട്ടയക്കപ്പെടുകയില്ല, അഥവാ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നാണ്. അം ഹസിബത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അൻ തുറക്കൂ നിങ്ങൾ വിട്ടയക്കപ്പെടും എന്ന്, നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്ന്. വലമ്മ യഅലമില്ലാഹു അള്ളാഹു അറിയാതെ, അല്ലദീന ജാഹദു മിൻകും അല്ലെങ്കിൽ അള്ളാഹു അറിഞ്ഞിട്ടില്ല എന്നാണ്. വലമ്മ യഅലമില്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടില്ല, അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് അവൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചവരാരാണെന്ന്. വലം യത്തഖിദു സ്വീകരിക്കാത്തവരും മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ വലാ റസൂലിഹി അവൻ്റെ ദൂതനെയും വലൽ മുഅ്മിനീന വിശ്വാസികളെയും കൂടാതെ സ്വീകരിക്കാത്തവരും. എന്ത് സ്വീകരിക്കാത്തവരെ? വലീജത്തൻ ഉറ്റമിത്രങ്ങളെ സ്വീകരിക്കാത്തവർ. അള്ളാഹു, അവൻ്റെ ദൂതൻ, അവൻ്റെ വിശ്വാസികളായ അടിമകൾ,
അവരായിരിക്കണം നിങ്ങളുടെ ഉറ്റ മിത്രങ്ങൾ. അല്ലാത്തവരെ സ്വീകരിക്കാൻ പാടില്ല. ഇവരെ അല്ലാത്തവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിനെ അറിയുന്നത് വരെ. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മൾ നേരത്തെ സൂറത്ത് അൽ-ബഖറയിലെ 214 ആയത്ത് പഠിച്ചതൊന്ന് നോക്കുന്നത് നല്ലതാണ്. 214 33-ാമത്തെ പേജ്. 33-ാമത്തെ പേജ് ഏതാ? അടിയുന്ന 2-ാമത്തെ ആയത്ത്. അം ഹസിബുത്തും അല്ല, അവിടെ തന്നെയല്ലേ ചോദിക്കണം. അം ഹസിബുത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ കടക്കുമെന്ന്. വലമ്മാ യഅ്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കുള്ളതുപോലെയുള്ള ഉപമകൾ ഉദാഹരണങ്ങൾ നിങ്ങൾക്കും വരാതെ, അഥവാ അവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ വെറുതെ സുഖകരമായി സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതിയിട്ടുണ്ടോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ അവരെ പ്രയാസങ്ങളും പീഡനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ബഅ്സാ പറഞ്ഞാൽ ബാഹ്യമായ പ്രയാസങ്ങളും, ലറാ എന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രയാസങ്ങളും. ഇതൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും ബാധിക്കാതെ നിങ്ങൾ സുഖമായി സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കുകയാണോ? വസുൽസിലു അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു റസൂലും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളും പറയുന്നത് വരെ മത്താ നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് ലഭിക്കുക എന്ന് പറയുമാറ് അവർ പ്രയാസപ്പെടുത്തപ്പെട്ടു, അവർ വിറപ്പിക്കപ്പെട്ടു. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് അറിയുക, അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ ഉണ്ടാകും. അത്ര പ്രയാസം സഹിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തഖ് യുദ്ധം. ഖന്തഖൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ പ്രയാസം. ഒരു മാസം മദീനയിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയി ഖന്തഖിന് കാവൽ നിൽക്കണം. ഖന്തഖിന് കാവൽ നിൽക്കുക മാത്രമല്ല, ആ മദീനയിലെ ആ കടുത്ത മരുഭൂമിയിൽ ആ പാറക്കെട്ടുകൾ അവർ കീറി 2 കിലോമീറ്ററോളം ദൂരത്തിൽ അവർ കിടങ്ങ് കീറുകയാണ്. 5 മീറ്ററിലധികം വീതിയിൽ, 3 മീറ്ററിലധികം ആഴത്തിൽ, 2 കിലോമീറ്റർ നീളത്തിൽ ആ മദീനയിലെ പാറക്കെട്ട് കീറി മുറിക്കണമെങ്കിൽ ആ മരുഭൂമിയിൽ വെയിലത്ത് ഭക്ഷണമില്ല. അപ്പോഴാണ് നബി പയറിൽ 2 കല്ല് കെട്ടിവെച്ച് പണിയെടുത്തത്. മക്കയിലെയും മദീനയിലെയും പാറക്കെട്ടുകളെ സംബന്ധിച്ച് അവിടെയൊക്കെ കണ്ടിട്ട് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു കാഠിന്യം. അത് കൊത്തി കീറണം. എന്നിട്ട് കാവൽ നിൽക്കുകയാണ് ശത്രുക്കൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അവർ ഇങ്ങനെ ബദർ, ഉഹദ്, ഖന്തഖ് എല്ലാം പ്രയാസകരമായ. അതാണ് വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്. ഇതേമാതിരി സൂറത്ത് ആൽ ഇംറാനിലെ 142-ാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കത് മുന്നോട്ട് പഠിക്കാൻ വളരെ വേഗമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെയും പറഞ്ഞ 142-ാമത്തെ പേജ്, 68-ാമത്തെ പേജിലെ 142-ാമത്തെ ആയത്ത്, 2-ാമത്തെ ആയത്ത് മുകളിൽ 68-ാമത്തെ പേജിൽ അം ഹസിബുത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ തദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവർ ആരാണെന്ന് അള്ളാഹു അറിയാതെ കണ്ട്. വയഅലമസ് സാബിരീൻ സഹനശീലരും ക്ഷമാശീലരും ആരാടതും അള്ളാഹു അറിയാതെ കണ്ട്. അവിടെയൊക്കെ ചോദിക്കണം അം ഹസിബുത്തും അം ഹസിബുത്തും അം ഹസിബുത്തും. നമ്മളും ഇങ്ങനെ സുഖസുന്ദരമായി AC ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് കരുതാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വയർപ്പ് ചിന്തണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് അധ്വാനിക്കണം, ചിലപ്പോൾ ജീവൻ ചെലവഴിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നും ഒരു AC ജീവിതവുമായി സ്വർഗം നേടാമെന്ന് വിചാരിക്കരുത് എന്നാണ് സൂചന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇവിടെ ഇപ്പോൾ ഇത് പറയുമ്പം ഹസിബുത്തും തുത്രക്കൂ ഉപേക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടില്ല അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവരെ. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഹാത്തിബ് ഇബ്നു അബീ ബൽഖഅ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബി, ബദറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. ഹുദൈബിയ സന്ധി ലംഘനം, അതിനുശേഷം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സൂറത്ത് തൗബയിലെ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ബറാഅത്തു മിനല്ലാഹ്, ഇനിയും പോരാട്ടമായിരിക്കും, യുദ്ധമായിരിക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല, ഈ കരാർ ലംഘനമായിട്ട് ഇനി സുഖിച്ച് കഴിയാമെന്ന് വിചാരിക്കണ്ട. കാരണം ഇപ്പോൾ മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കീഴിലാണ്. റസൂലാണ് ഇവിടുത്തെ ഭരണാധികാരി, അദ്ദേഹമാണ് ഇവിടുത്തെ നായകൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളോട് പോരാട്ടമായിരിക്കും. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളോട് ഇനി യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല, സായുധ നടപടിക്ക് ഒരുങ്ങിക്കൊള്ളുക എന്നവരെ പേടിപ്പിച്ചു. ഇത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്, അദ്ദേഹം അത് അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മക്കയിൽ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, കുടുംബക്കാരുണ്ട്, കുറച്ച് മുതലും ഉണ്ട് അവിടെ. അപ്പം നബി മക്കക്കാരുമായി ഏറ്റുമുട്ടാൻ അധികം വൈകുകയില്ല എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം സ്വകാര്യമായി ഒരു എഴുത്തെഴുതി. ആർക്ക്? മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർക്ക്. ഇങ്ങനെ നിങ്ങൾ കരുതിയിരുന്നോളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിമിഷവും നിങ്ങളുമായി യുദ്ധം ചെയ്യും. അതൊരു സ്വകാര്യമായ വിവരം ചോർത്തിക്കൊടുക്കലായിപ്പോയി. യഥാർത്ഥത്തിൽ അതൊരു എന്താണ്, ഇസ്ലാമിക സംഘത്തിൻ്റെ സ്വകാര്യം മറ്റൊരാൾക്ക് ചോർത്തിക്കൊടുക്കല. രണ്ടാളോ മൂന്നാളോ തമ്മിൽ സ്വകാര്യം പറഞ്ഞാൽ അത് അമാനത്താണ്. ഇവിടെ റസൂൽ അങ്ങനെ ഒരു സൈനിക നടപടി എടുക്കുന്ന വിവരം അവരെ അറിയിച്ചിട്ടില്ല, അറിയിക്കാൻ പോവുകയാണ്. എപ്പോൾ? മക്കത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കാണ്. അവർക്ക് മുൻകരുതലെടുക്കാനുള്ള അവസരമൊന്നും കൊടുത്തിട്ടില്ല. ഇനി 4 മാസം അവസരം കൊടുക്കുന്നുണ്ട്, 4 മാസം അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കറിയാം, 4 മാസത്തിനുള്ളിൽ ഒരു പക്ഷേ ഏറ്റുമുട്ടലുണ്ടാവും. എന്നാൽ ഇവിടെ നിന്ന് നബി അങ്ങനെ ഒരു ഒരുക്കം നടത്തുന്നുണ്ട് എന്ന വിവരം അവരെ അറിയിക്കാൻ ആർക്കും പാടുണ്ടായിരുന്നില്ല. ഇത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഒരു എഴുത്തിലൂടെ, അങ്ങനെ സംഭവം യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ നബി സൈനിക നടപടി എപ്പോൾ ഒരുങ്ങിയിട്ടില്ല. അദ്ദേഹം അവരെ എഴുതി അറിയിച്ചു, നിങ്ങളോട് ഏത് നിമിഷവും ഏറ്റുമുട്ടും, അതുകൊണ്ട് നിങ്ങൾ കരുതി ഇരുന്ന് കൊള്ളണം. അറിയിച്ചിട്ടില്ല, അറിയിക്കാൻ വേണ്ടി ഒരു എഴുത്ത് മക്കയിലേക്ക് പോകുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് കൊടുത്തയച്ചു. അവരതുമായിട്ട് പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിവരം അറിയിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്, അത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും ഈ വിവരം പറഞ്ഞുകൊണ്ടൊരു പെണ്ണ് പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, അത് പിടിച്ചെടുത്ത് കൊണ്ടുവരണം. ഒരു 3 പേരും കൂടെ പുറപ്പെട്ട് വഴിയിൽ വെച്ച് അവരെ കണ്ടപ്പോൾ അവർ നിഷേധിച്ചു. എൻ്റെ അടുത്ത് അങ്ങനെ എഴുത്തൊന്നുമില്ല, എൻ്റെ അടുത്ത് തന്നിട്ടില്ല, മര്യാദക്ക് പുറത്തെടുക്കാമെന്നല്ല നീ, അല്ലെങ്കിൽ നിന്നെ വസ്ത്രാക്ഷേപം ചെയ്യും. അവസാനം സമ്മർദ്ദം സഹിക്കവയ്യാതെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ എഴുത്തെടുത്ത് കൊടുത്തു. മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ സാധാരണ അങ്ങനെ ആരും പരിശോധിക്കില്ല. അതുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിച്ച് അപ്പോഴിങ്ങനെ ഹാത്തിബ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളും, സൈനിക നടപടി വരും. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഉമർ ഖത്താബ് ഹാത്തിബിനെ വിളിപ്പിച്ചിട്ട് ഈ കാര്യം, അപ്പോൾ ഉമർ ഖത്താബൊക്കെ സദസ്സിലുണ്ട്. ഉമർ ഖത്താബ് ഇവനെ കൊല്ലണം, പിന്നെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, ബദറിൽ പങ്കെടുത്ത ആളാണ്, എന്താണ് നിന്നെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ റസൂല, എനിക്ക് അള്ളാഹുവിലും റസൂലിലും ഒക്കെ വിശ്വാസമുണ്ട്, ഞാനൊരു മാറ്റവും വരുത്തിയിട്ടില്ല, എനിക്ക് ആരുമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ എനിക്കവിടെ കുറച്ച് മുതലുള്ളത് രക്ഷപ്പെടുത്താൻ വിചാരിച്ച് ചെയ്തതാണ്, അല്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും ചതിക്കാൻ വിചാരിച്ചതൊന്നുമല്ല, അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്തതാണ്. റസൂൽ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതും കൂടി ആയിട്ടാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. വലം യത്തഖിദൂ മിൻ ദൂനില്ലാഹി വലാ റസൂലിഹി വലൽ മുഅ്മിനീന വലീജ, അള്ളാഹുവോ അവൻ്റെ ദൂതനോ മുഅ്മിനീങ്ങളോ അല്ലാതെ ഒരു വിശ്വാസിക്ക് ഇതും ഒരു യുദ്ധ പ്രഖ്യാപനം നടന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു വലീജ ഉണ്ടാകാൻ പാടില്ല. വലീജ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റുന്ന ആത്മമിത്രം, എല്ലാ കാര്യങ്ങളും അത് വ്യക്തിപരമാകട്ടെ സംഘടനാപരമാകട്ടെ ഒക്കെ അറിയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ കൊള്ളുന്ന മിത്രങ്ങളാണ് വലീജ. ഇത് സൂറത്തു ആൽ ഇമ്രാനിൽ നമ്മൾ പഠിച്ചു. ബിത്താന എന്നുള്ളൊരു ബിത്താന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബിത്താന. ഇത് അതേ ആശയാണ് ഇവിടെ സൂറത്ത് ആൽ ഇമ്രാനിലെ പദം വന്നിട്ടുണ്ട്, ബിത്താനത്തുന്നുള്ള, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ബിത്താന ആൽ ഇമ്രാൻ 118 എന്നോട്ട് വെച്ചിട്ടുണ്ട്, 118 അത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ്. അം ഹസിബുത്തും ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമാകും.
അം ഹസിബുത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അൻ തുത്തറക്കൂ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമെന്ന് വലമ്മ യഅലമില്ലാഹുല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവർ ആരാണെന്ന് അള്ളാഹു അറിയാതെ വലം യത്തഖിദൂ അവർ സ്വീകരിച്ചിട്ടുമില്ല മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ. അള്ളാഹുവാണ് ഒരു വിശ്വാസിയുടെ ഉറ്റമിത്രം. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു വെക്കാൻ കഴിയുന്ന, തുറന്നു പറയാൻ കഴിയുന്ന ഉറ്റമിത്രം അള്ളാഹുവാണ്. പിന്നെ റസൂലി അള്ളാഹുവിൻ്റെ റസൂലിനെയും കൂടാതെ വലൽ മുഅ്മിനീന പിന്നെ മുഅ്മിനീങ്ങളാണ്. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മുഅ്മിനീങ്ങളായിരിക്കണം. വിശ്വസിക്കാൻ കൊള്ളുന്ന മുഅ്മിനീങ്ങളിൽ തന്നെ ചിലപ്പോൾ മനസ്സിന് വേണ്ടത്ര ഉറപ്പില്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്തവരുണ്ടാകും. നമ്മളൊരു കാര്യം ആരോടെങ്കിലും ഒരാൾ പറഞ്ഞു, അത് പിന്നെ ആരും അറിയരുത് എന്നാണ് നമ്മളെ മനസ്സിലുള്ളത്. ആ സുഹൃത്ത് അത് എല്ലാവരോടും പറഞ്ഞ് ആകെ പാട്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വലീജ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിശ്വസിക്കാൻ കൊള്ളുന്നവർ എന്നാണ് വലീജ. ആത്മമിത്രം എന്നതിനർത്ഥം. അങ്ങനെ അതാരാണെന്ന്, അത് അങ്ങനെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മുഅ്മിനീങ്ങളെയും ആത്മമിത്രമായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അള്ളാഹുവിന് അറിയണം. അപ്പോൾ അവരെ ആത്മമിത്രമായി സ്വീകരിക്കാൻ പാടുള്ളൂ മുഅ്മിനീങ്ങൾ. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാറില്ല. ബാക്കി എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മലയാള പരിഭാഷകളിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അറബി അറിയുന്നവർക്ക് അതും വായിച്ച് നോക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസ്യത അതൊരു മുഅ്മിനിൻ്റെ ലക്ഷണമായിരിക്കണം. ഞാനൊരു കാര്യം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ അത് അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതവൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഒരു പ്രശ്നം പറഞ്ഞു നോക്കുക, ഞാൻ ചെയ്തോളാം, അത് ബേജാറാവണ്ടെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം അയാൾ ഉണ്ടാക്കണം. നമുക്ക് പറയാനുള്ളത് ആരോടാ? ഒന്ന് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നും ജീവിച്ചിരിപ്പില്ല. അല്ലാതെ അള്ളാഹുവിനോട് പറയണ മാതിരി അദ്ദേഹത്തിനോട് പറയാനും പാടില്ല. അള്ളാഹുവിനോട് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്നാരാ? ഇന്ന് മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ എല്ലാ ജാതിക്കാരും ഉണ്ടാകും, എല്ലാ വിഭാഗവും ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നിഷ്കളങ്കരായ വിശ്വാസികൾ അവരായിരിക്കണം നമ്മുടെ വലീജ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ ഈ ശ്രമം സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതുതന്നെ ജീവിത ആശയമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.